കണ്ണും നിറയൂലേ ചെറുതാലികളിഞ്ഞില്ലേ മിനുമിന്നണമിന്നല്ലേ ചില്ലണി വാതിൽ മെല്ലെ അടഞ്ഞു നല്ലിരവിൽ തനിയേ മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരൂലേ മൗനരാഗം മൂളൂലേ കരളല്ലേ അഴകുള്ള പൂവിലെ ആരും കാണാൻ ചന്ദ്രൻ കാണാൻ നിഴകളിൽ ആശയില്ലേ മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരൂലേ മൗനരാഗം മൂളൂലേ നെഞ്ചിലൊരാളില്ലേ കിളി കൊഞ്ചണ മൊഴിയല്ലേ ചഞ്ചലമിഴിയല്ലേ മലർമഞ്ചമൊരുങ്ങിയിലേ ഓ കൊലുസിന്റെ താളം വിളിച്ചതല്ലേ തനിച്ചൊന്ന് കാണാൻ കൊതിച്ചതല്ലേ ഇടവഴിക്കാട്ടിലെ ഇലഞ്ഞിതൻ ചോട്ടിലെ കിക്കിളി മുത്തുകൾ നുള്ളിയെടുക്കാൻ ഇന്നും ഒരാശയില്ലേ മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരൂലേ മൗനരാഗം മൂളൂലേ നിറമഴയിൽ ചിരിമഴയിൽ നീയും ഞാനും നനയൂലേ നീലക്കണ്ണും നിറയൂലേ ചെറുതാലിയണിഞ്ഞില്ലേ മിനുമിന്നണമിന്നല്ലേ ചില്ലണി വാതിൽ മെല്ലെ അടഞ്ഞു നല്ലിരവിൽ തനിയേ. നന്നായിട്ട് പാടി രണ്ടുപേരും നന്നായിട്ട് പാടി ഒരാൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് പാടി കേട്ടോ. ഓക്കെ, ഇനി സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞായിരുന്നോ? ഞാൻ ചോദിച്ചായിരുന്നോ? ഇല്ലല്ലോ. ഇത് എവിടെയാണ്? നാട്ടിലെവിടെയാ? നാട്ടിൽ തിരുവല്ല. കല്യാണം കഴിച്ചേക്കുന്നത് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി, തിരുവല്ല ചങ്ങനാശ്ശേരി അടുത്തല്ലേ? അത് അടുത്തടുത്താണ്. ഒരു അടിയിട്ടാലും പെട്ടെന്ന് വീട്ടിലേക്ക് പോകും, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുറച്ച് ദൂരെ ആയിരുന്നെങ്കിൽ പോകത്തില്ലായിരുന്നു. കാര്യം പോയിട്ട് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടേ. ദൂരമുള്ളവരുടെ കാര്യം വിഷമിക്കാറുണ്ട്. ഞാനങ്ങനെയാണ്, അതുകൊണ്ട്. എന്റെ തിരുവല്ല തന്നെയാണ്. തിരുവല്ലയുടെ കുമ്പനാടാണ് എന്റെ സ്വദേശം. ഇവിടെ ഇപ്പം 19 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു, ഇനി അങ്ങോട്ട് ചോദിക്കണ്ട. അടുത്ത ചോദ്യം എന്താണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പെട്ടെന്ന് പാട്ടിലേക്ക് പോകാം. കുറേ നല്ല നല്ല പാട്ടുകൾ എടുത്തു വെച്ചിട്ടില്ലേ? എന്താണ് എടുത്തിട്ടുണ്ട്. അടുത്ത സോളോ ആണ് അല്ലേ? സോളോയാണ് പാടുന്നത്. പിന്നെന്താ? ഇല്ലല്ല, വെയിറ്റ് ചെയ്യ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടും പറഞ്ഞു വിടത്തില്ല. പെർമിഷൻ വേണം. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിക്കണം വിഷ്ണു. ഒത്തിരി വെള്ളം കിട്ടിയാൽ പാട്ട് പാടുന്നതിന് മുമ്പ് വേണോ
പാട്ട് പാടി കഴിഞ്ഞിട്ട് വേണം? ഇപ്പോൾ വേണം. ഇപ്പോൾ കുടിച്ച് ഇപ്പോൾ തന്നാലും വെള്ളം കുടിക്കുക. ഒരു ഒറ്റ സെക്കൻഡ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് പറയാം. നമ്മുടെ ആൾ വരട്ടെ, വെള്ളം എടുത്തിട്ടുള്ള ആൾ വരട്ടെ. ഒരു കോൾ ഉണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്, ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, അയ്യോ കിട്ടുന്നില്ല. ഹലോ, അബുദാബി കണക്ഷൻ കിട്ടാൻ കുറച്ച് ലേറ്റാണ് തോന്നുന്നു. ഹലോ വിഷ്ണു, കണക്റ്റ് ആവുന്നില്ല, കിട്ടുന്നില്ല. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ്? മുരുകൻ. അബുദാബി. മുരുകൻ, അബുദാബി. ഞാൻ പറഞ്ഞില്ലേ അബുദാബിക്കാരാണ് വിളിക്കണേ. എന്താ മുരുക, ഞങ്ങൾ ദുബായിക്കാരെ ഇന്ന് വിളിക്കത്തില്ലല്ലോ ഇപ്പോൾ. മുരുക എന്ന് വിളിച്ചാലേ വിളിക്കത്തുള്ളൂ. ഹലോ, സംസാരിച്ചോ? ഇന്ന് നമ്മുടെ കൂടെ വിനലും ഉണ്ട്, പ്രിയയും ഉണ്ട്. കേൾക്കാമോ? കേൾക്കാമോ? ഹലോ ഹലോ, ക്ലിയർ ഇല്ലല്ലോ. ഇപ്പൊ കേൾക്കാമോ? ടി വി ഓൺ ആണോ? ഹലോ, വൺ സെക്കൻഡ്. എന്തോ ഒരു കണക്ഷൻ. അതെല്ലേ, ഓക്കെ. അപ്പോൾ ഡിസ്കണക്റ്റ് ആയി. ഭാഗ്യമില്ല, സംസാരിക്കാൻ കണക്റ്റ് ആവും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. എങ്ങനെ പോകണം? ഓക്കെ. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കൊടുക്കണം ഇവർക്ക് കുടിക്കാനായിട്ട്. ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ പോകുന്നു? ജോലിയും തിരക്കും പാട്ടും എല്ലാം കൂടെ എങ്ങനെ പോകണം? തിരക്കാണ്. എല്ലാവരും അങ്ങനെ തന്നെ പറയണം. മനുഷ്യന്മാരെല്ലാവരും പറയും തിരക്കാണ്. ഇതിൽ 24 മണിക്കൂർ തിരക്ക് നല്ലതാണ്. പക്ഷെ അനാവശ്യ തിരക്ക് ഇല്ല. അനാവശ്യ തിരക്കിലോട്ട് ഞാൻ പോകാറില്ല. ഇല്ല. വീട്ടിൽ കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഇവിടെ വീട്ടിലെ ഹസ്ബൻഡ്, ഞാൻ മോള് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ഓക്കെ. അപ്പം നല്ല കുക്കാണോ? ഞാൻ ചോദിക്കും. ഞാൻ ചോദിക്കാം. ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യും. അത് ഒരു ഡിപ്ലോമാറ്റിക് അത്ര കേട്ടോ. ഓക്കെ. എനിവേ, എന്തായാലും ഞാൻ വെള്ളം തരാം. അപ്പം നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിലേ ആവും. വെള്ളം എടുത്ത് തരാം. ഓക്കെ. അതിന് മുമ്പ് വെള്ളം കുടിക്കാമെന്ന് പാടി നോക്കാം നമുക്ക്. എന്നിട്ട് വെള്ളം തരാം. ആൾ ഇങ്ങോട്ട് വരാം. വെള്ളം കുടിപ്പിക്കാം. ഓക്കെ. ആണോ? ഓക്കെ. അപ്പോൾ ഏത് പാട്ടാണ്? ഓക്കെ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. കിന്നരമണി തമ്പുരു മീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും. കിന്നരമണി തമ്പുരു മീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും. മണ്ണിലെ കിളി പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും. ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ.
ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നിന്റെ ശാലിന മൗനമാകുമി പൊന്മണിച്ചപ്പിനുള്ളിലായി. നിന്റെ ശാലിന മൗനമാകുമി പൊന്മണിച്ചപ്പിനുള്ളിലായി. മൂടിവെച്ച നിഗൂഢ ഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി ഇന്നിതാ നൃത്തലോലരായി ഈ പ്രപഞ്ച നടനവേദിയിൽ. ആരെയും ഭാവഗായകരാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ആ ആരെയോ ഓർത്ത് പാടിയതാ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അതിലേക്കൊക്കെ പോയില്ലേ? നല്ല ഫീൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് താങ്ക് യു. ഒരുപാട് നാളെ ഈ പാട്ട് കേട്ടിട്ട് കേട്ടോ. ഈ സ്റ്റേജിൽ നക്ഷത്രങ്ങൾ എന്ന സിനിമയിലെ നമ്മുടെ ആ ചെറിയ വിനീത് എന്ന് പാടുന്ന ആ ഒരു സീനൊക്കെ, അന്നത്തെ ആ പാട്ടുകളുടെയൊക്കെ സീനൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അതിനകത്ത് കുറേ നല്ല പാട്ടുകളുണ്ട്. നമ്മുടെ മോനിഷ ഓഫ്കോഴ്സ് പ്രണാമം. ആ ഒരു ജോഡി ഒരു ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നു. ആ സിനിമയും സൂപ്പർ ഹിറ്റായിരുന്നു, അല്ല പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നു. അടിപൊളിയായിട്ട് പാടി, നന്നായിട്ട് പാടി. ഓക്കെ, എങ്ങനെ പോണു അവിടുത്തെ ലൈഫ്, അബുദാബി ലൈഫ്? അബുദാബി ലൈഫ് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. ഈ നവംബറിലാണ് 19 വർഷം തികച്ചത്. എന്നോട് കുറച്ച് ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കുക, ഭയങ്കര വെയിറ്റ് ഇട്ട് കോൾ വരുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, എന്റെ പേര് എറിക്ക. ഞാൻ അബുദാബിന്നാണ് വിളിക്കുന്നത്. ആ, പേരെന്താ? എറിക്. ഓക്കെ. ഒരു വെറൈറ്റി നെയിം കേട്ടോ. ഓക്കെ, എന്തുകൊണ്ട് വിശേഷം? അബുദാബിക്കാരെല്ലാം സുഖമായിരിക്കുന്നോ? സുഖം, പരമസുഖം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ നല്ലൊരു വെതറാണ് അല്ലേ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? അതാണ് വെറുതെ കൊതിപ്പിക്കുന്ന കാലാവസ്ഥ. മഴ പെയ്താ പെയ്യണം, പക്ഷെ അങ്ങനെ സമ്മതിക്കുന്നില്ല. ഇപ്പൊ വീഴും ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ് നിക്കണം അല്ലേ? ഓക്കെ, എന്തായാലും രണ്ട് അബുദാബിക്കാർ ഇവിടെ വന്ന് നിപ്പുണ്ട്. സംസാരിച്ചോളൂ. പ്രിയ ആൻഡ് വിനൽ. കാണുന്നുണ്ട്. അബുദാബിയിൽ എവിടെയാണ്? അബുദാബിയിൽ എവിടെയാണ്? അബുദാബിയില് അന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെല്ലാരും നമ്മള് മർത്തോമ പള്ളിയില. മർത്തോമ പള്ളിയില്ല. അപ്പൊ നമ്മൾ നേരിട്ട് അറിയാം. എറിക് ഷിബു എന്നാ പേര്. ഏതോ എറിക് ഷിബു എന്നാ പേര്. ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. പോലെ അങ്ങനെ ഓടിക്കളയരുത്. അബുദാബിന്ന് വിളിച്ചിട്ട് എങ്ങനെ പാട്ട് പാടുവോ? ഇറക്കെ അല്ല, പാടുമെന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ച കോളേഴ്സില് പാട്ട് പാടുവോ എന്ന് ചോദിക്കുമ്പോ ചെറുതായിട്ടൊക്കെ പാടും എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. വിളിച്ചത് ഒരു പാട്ട് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അതവിടെ നിൽക്കട്ടെ, ഒരു പാട്ട് പാടി തന്നിട്ട് നമ്മൾ പാടിക്കൊള്ളും അല്ലേ? അപ്പൊ ഏത് പാട്ടാണ് വേണ്ടതെന്ന് ആദ്യം പറയൂ. പാട്ട് ഏതാന്ന് വെച്ചാ മഴത്തുള്ളികൾ കേട്ടിട്ടാണ്. മഴത്തുള്ളികൾ മറ്റേ ദിലീപിന്റെ ഒരു വെട്ടം എന്ന് പറയുന്ന ഒരു പടത്തില. ഇപ്പൊ മനസ്സിലായില്ലേ? പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്
ഓക്കെ. വെട്ടം. അയ്യോ അറിയില്ല. അയ്യോ അറിയില്ല. അറിയില്ലേ? എന്നാ വേറെ പറയാം. അരികിൽ എന്നാലും ചൈന ടൗണിനകത്തുള്ള പാട്ടാണ് മോഹൻലാലിന്റെ. അറിയാവുന്ന ഏതിലേക്ക് ചോദിക്കാം. അയ്യോ അറിയില്ല. രണ്ടാമത്തെ അയ്യോ അറിയില്ല. പിന്നെ അയ്യോ കാക്കേ കാക്കേ കൂടെ കറക്റ്റ് ആയിട്ട് പാടിത്തരും. വേണ്ട. എനിക്ക് ശരിക്കും നേരത്തെ പറയേണ്ടതായിരുന്നു. അബുദാബി വെച്ച് പഠിച്ചിട്ട് വരായിരുന്നു. എന്നാ ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു പറഞ്ഞ പറയാം. പ്രണയം എന്ന് പറയുന്ന പടത്തില് കാറ്റിൽ അല്ല പാട്ടിൽ ഈ പാട്ടിൽ പ്രണയം പ്രണയം പാട്ടിൽ ഈ പാട്ടിൽ ശ്രേയാ ഘോഷാലിന്റെ പാട്ട് അനുജമാടും പാടുന്നത്. അത് ശരി, ഇങ്ങോട്ടിട്ട് വെച്ചോ. ഇല്ല, അത് പാടിത്തരാം കേട്ടോ. ഇറക്കിന് ഞാൻ പാടിത്തരും. അവര് പാടിത്തന്നില്ലെങ്കിൽ ഞാൻ പാടി തന്നിരിക്കും. ഉറപ്പായിട്ട് പാടി തന്നിരിക്കും. ഓക്കെ, ഇറക്ക് പാട്ട് പാടും. ഞാൻ പാട്ടാണ്. ഓക്കെ എന്നാ ഓക്കെ ഇപ്പൊ പാടാം. പാടാൻ വന്ന പാടറി പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ. എവിടെ പോയി? ഓടിയാ? പാട് പാട്. ഒരു കിന്നര ഗാനം മൂളിയൊളിക്കും കുയിലിനു വേണ്ടി പാടാൻ അമ്പിളി മാനത്തണ്ടില്ലാതെ പോലെ ഒരു കുമ്പിളി നിറയെ കൂവളമുത്തുകൾ കോർത്തുമിടഞ്ഞത് നീട്ടാം കൈതവരമ്പത്തിത്തിരി നേരം നിൽക്കാം ഏതേതോ ഗന്ധർവന്റെ ഓടപ്പുൽത്തൊണ്ടിൽ പാടാം പതിയേഹോ നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്യക്കാറ്റിൽ കസവായി നിനക്കായി ഒരു കാതിൽ കാറ്റായി നിന്നെ കാതിൽ ചൊല്ലാമോ ഒരു കണ്ണീർ മുത്തായി എന്നെ താരാട്ടുമോ. ഈ പാട്ട് വെറുതെ പാടാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലോ കേട്ടോ. ഇങ്ങനെ കയറ്റിറക്കങ്ങൾ ഒരുപാടുള്ളൊരു പാട്ടാണ് കേട്ടോ. ഇറക്കെ ധൈര്യം അപാര കേട്ടോ. ഭയങ്കര നന്നായിട്ട് പാടി. കറക്റ്റ് അതാണ്. നമ്മൾ ശ്രുതി ഇട്ടില്ലെങ്കിലും ആ ഒരു സ്കെയിലിൽ നിന്ന് പാടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. എല്ലാവർക്കും പറ്റില്ല കേട്ടോ. എറിക് അസാധ്യ സിംഗറാ. ഒരു ദിവസം വരൂ ഫ്രീ ആവുമ്പോ. അതെ അതെ പാടുക കേട്ടോ. തീർച്ചയായിട്ടും നമ്പർ നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ വിളിച്ചു. ഇത് കഴിയുമ്പോ ഞാൻ വിളിച്ചിരിക്കുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ മഴയൊക്കെ ആസ്വദിച്ച് ഇറക്കിയിരിക്കുവാണ് കേട്ടോ. എന്തോ ഒരു കണക്ഷൻ ഉണ്ട് മഴയായിട്ട്. അതിവിടെ വരുമ്പോ ഞാൻ ചോദിച്ചോളാം. പേര് മറക്കാൻ പാടില്ല. വിളിക്കുവാണെങ്കിൽ പേര് മറക്കാൻ പാടില്ല. എറിക്കല്ലേ? എറിക് ഷിബു. എറിക് ഷിബു. ഈ പേര് ആരും മറക്കാം. ഞാനാണെങ്കിൽ ഒട്ടും മറക്കൂല. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പം ഞാൻ പ്രണയം പാടിക്കൊടുക്കാം. ആദ്യം കദളി വരട്ടെ. നമുക്ക് ആ കദളിപ്പഴമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിൽക്കാം. ഓക്കെ, കുറച്ച് ഡിലേ കൊടുക്കണേ ഫീമെയിൽ മൈക്കിന്. ഓക്കെ, അത് അവിടെ ഓണാക്കും. കോളുണ്ട്. നമസ്കാരം, ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം. മുരുക, എന്ത് ചെയ്യാനാ? മുരുകനെ വിളിച്ചാ കിട്ടില്ല. എത്ര ഭക്തന്മാരാ വിളിച്ചോണ്ടിരിക്കുന്നത് ഒരേ സമയത്ത്. എല്ലായിടവും വിളി കേൾക്കണ്ടേ അല്ലേ? എനിക്ക് സംസാരിച്ചു. എന്ത് പറ്റി? അതാണ് വേണ്ടേ. അതേപോലെ രണ്ട് സിംഗേഴ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്, വിനൽ ആൻഡ് പ്രിയ. സംസാരിച്ചോളൂ. എനിക്ക് പറയാനുള്ള മണിക്കൂറിലെ രണ്ടുപേരും അടിച്ചു പൊളിച്ച് പാടി.
കൂളായിട്ട് പാടി. അതാണ് നമ്മളെ ഒരു ടെൻഷൻ ഇല്ലാണ്ട് കൂളായിട്ട് പാടി. അപ്പൊ അവർ സ്റ്റേജിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ സ്റ്റേജിലൊക്കെ പാടാറുണ്ട്, പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യാറുണ്ട്. നമുക്ക് കേൾക്കുമ്പോ അറിയാം. സ്റ്റേജ് ഷോസിനൊക്കെ പാടാറുണ്ട്. എനിക്ക് ഞാൻ ആദ്യം നഷ്ടമായി പോയെന്ന് പറഞ്ഞു, ഇത് ആദ്യം കട്ടായി പോയത് നന്നായി എന്ന് പറഞ്ഞത് താങ്കളുടെ പിന്നെ ആരെയും ഭാവഗായകനാക്കും ആ പാട്ട് കേൾക്കാൻ പറ്റി. താങ്ക് യു. അല്ല അല്ലെങ്കിൽ കേൾക്കും, പക്ഷെ അതിന്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല രണ്ടാമത്. അങ്ങനെ പിന്നെ വിളിക്കാലോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പാടി. എനിക്ക് ഞാൻ ജേട്ടൻ ഫാനാണ്. അപ്പൊ ജേട്ടന്റെ ഒരു പാട്ടൂടെ താങ്കൾ പാടിയതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് സന്തോഷം അത് കേൾക്കാൻ സാധിച്ചതിൽ. നന്ദി. അവർ രണ്ടുപേരും നന്നായിട്ട് പാടുന്നുണ്ട്. നല്ലതായിട്ട് പോട്ടെ. അബുദാബിയിൽ എവിടെയാണ്? ഞാൻ അബുദാബിയിലെ എയർപോർട്ട് റോഡിലാണ്. എയർപോർട്ട്. ആ ഓക്കെ. ഞാൻ മുസഫയാണ്, ചേച്ചി അബുദാബി തന്നെയാണ്. എവിടെ? ഞാൻ മുസഫയിലാണ് താമസിക്കുന്നത്. മുസഫ മസാദ് മോളിനടുത്ത്. ഞങ്ങളുടെ ഓഫീസൊക്കെ മുസഫയിലാണ്. ആ ഓക്കെ. ഞാൻ മസാദ് മോളിനടുത്താണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ താങ്ക് യു മുരുകൻ, താങ്ക് യു സോ മച്ച്. കോളിംഗ് മുരുകൻ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. സമയം കളയണ്ട, അവരുടെ പാട്ട് നടക്കട്ടെ. മുരുകൻ പാട്ട് പാടൂ. മുരുകൻ പാട്ട് പാടാറുണ്ട്. ഞാൻ പിന്നെ സമയം ഇല്ലാത്തോണ്ടാ മുരുകനെ കൊണ്ട് പാടിക്കാത്തത്. കാര്യം ഇനിയൊരു വേണ്ട 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 വേണ്ട. നമ്മൾ നാളെ വിളിച്ച് പാടും കേട്ടോ. ഓ തീർച്ചയായും. ഓക്കെ, അപ്പൊ നമുക്ക് കദളി. ഓക്കെ. കോൾ അഗെയിൻ കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറയൂ. ഷിജിൻ. അറിയാവുന്നതാണ്. വിനലിന്റെയും പ്രിയയുടെ മുഖത്ത് 1000 പൂക്കൾ വിരിഞ്ഞു. ഇപ്പോഴാ തെളിഞ്ഞത്. അതെയോ? അത് ശരി. ചോദിക്കൂ. അതെയോ? കഴിഞ്ഞ പാട്ടുകളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നത്. വലിയ സാറിന്റെ ഒരു അന്യഭാഷ പാട്ട് കേട്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഏതെങ്കിലും വേറൊരു അന്യഭാഷ, മലയാളം അല്ലാത്തൊരു പാട്ട്. അറബിക്ക് പിടിച്ചാലോ? അറബിയോ ഹിന്ദിയൊക്കെ ധാരാളം നന്നായിട്ട് പാടുന്ന ഒരാളാണ്. പിന്നെ ധാരാളം കേട്ടിട്ടുണ്ട്. കൊടുക്കുമ്പോ നമ്മൾ വലിയൊരു പണി കൊടുക്കണ്ടേ? വല്ല അറബിയോ? എനിവേ, ഹിന്ദി പാട്ടൊക്കെ വളരെ ഭംഗിയായി പാടുന്ന ആളാണ്. അതെ അതെ, അറിയാം. അതെ അതെ. നന്നായിട്ട് പോകുന്നു. സെക്ഷൻ നന്നായിട്ട് പാടുന്നുണ്ട്. താങ്ക് യു വളരെ സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഷിജിൻ ഒരു പാട്ട് പാടുവോ? ഷിജിൻ പാടുവോ? ഞാൻ പാടിയാൽ ചിലപ്പോൾ ഈ പാട്ട് നന്നാവും തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാട്ട് കേൾക്കാമെന്ന് തോന്നുന്നു. നല്ലൊരു പ്രാസംഗികനും കൂടെ. ആണോ? നല്ലൊരു അത് ശരി. നല്ല വോയിസ് കേട്ടാ. അപ്പൊ താങ്ക് യു. അപ്പം നമുക്ക് നിങ്ങളുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു. അടുത്ത പാട്ടിലേക്ക് പോകാം. കദളി. ഈ കദളി അവിടെ നിന്ന് പഴുത്ത് ഇപ്പൊ വീഴും. നമുക്കത് പാടാം എന്തായാലും. അതിനു മുമ്പ് കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ കുമുദമുള്ളൊരു പെൺപൂവേണോ പുകാര. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ കുമുദമുള്ളൊരു പെൺപൂവേണോ പുകാര. മുകളിൽ ജില 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 ജിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീഴേ. മുകളിൽ ജില 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 ജിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീഴേ. വരില്ലേ നീ വനമാലി, തരില്ലേ താമരത്താലി, തെയ്യാറെ താരേ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ,
മുറ്റം തെയ്യാരെ തെയ്യാരെ താരേ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. ഒരു നല്ലൊരു പെപ്പി സോങ് അതല്ലേ, ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാട്ട്. നന്നായിട്ട് പാടി. പ്രിയയുടെ ഒരു പോസിറ്റീവ് എന്താ പറയുക, പ്രിയ പാടുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് ആ പാട്ടിനെ ഇങ്ങനെ സ്നേഹിച്ച് തലോടിയൊക്കെയാണ് പാടുന്നത് കേട്ടോ. അല്ല, ഒരു പ്ലസൻറ്റ് സ്മൈൽ അതുണ്ട്. അത് വിനലിലും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറഞ്ഞത്. ഏതായാലും പ്രിയ എന്ന് പാടുന്ന കാണുമ്പോൾ ഒരു ഭംഗിയാണ്, മനസ്സിലായോ? അതെനിക്ക് അറിയുന്നതാണ്. ഞാനും ഇടയ്ക്ക് പ്രയോഗിക്കുന്ന ഒരു ഇതാണ് ചിരിച്ചുകൊണ്ട് പാടുന്നത്. മിസ്റ്റേക്ക് കണ്ടാലും മനസ്സിലാകത്തുള്ളത്. ഓക്കെ, പക്ഷേ അത് നല്ലതാണത്. നമ്മൾ എപ്പോഴും ഒരു സ്റ്റേജിൽ നമ്മൾ പാടുമ്പം എവിടെ നിന്ന് പാടിയാലും നമ്മൾ ചിരിച്ച് കാണുമ്പം നമ്മളൊരു ചിരി മറ്റുള്ളവർക്കൊരു പോസിറ്റിവിറ്റി കൊടുക്കുമെന്ന് പറയത്തില്ലേ, അതാണ്. എനിവേ വിനൽ ഓൾവേസ് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എനിവേ അടുത്ത പാട്ട് ഡുവറ്റ് ആണോ? ഏതാണോ? ഇനി 2 പാട്ടുണ്ട്, രണ്ടും ഡുവറ്റ് ആണോ? പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ആ, അടിപൊളി പാട്ടാണ്. നമ്മുടെ നെടുമുടി വേണു സാറല്ലേ അതിനകത്ത് അഭിനയിക്കുന്നത്. സൂപ്പർ പാട്ടാണ്. അപ്പോൾ തീർച്ചയായും ഈ പാട്ട് ഞങ്ങൾ ആദ്യമായിട്ടോ സ്റ്റേജിൽ പാടുന്നത്. അതെ അല്ലേ? എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, ഞാനിവിടെ പാടിയിട്ടുണ്ട്. നല്ല പാട്ടത്. അപ്പോൾ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ടാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ അയ്യാ എല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ടാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ അയ്യാ എല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. കരിവണ്ടിന കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടു. വിറകുള്ളണ ചുണ്ടുകളിൽ ഉരിയാടണ തന്തരമോ മാരമന്ദരമോ കേട്ടു. കൊയ്യാരം പയ്യാരം തുടികൊട്ടണ ശിങ്കാരം ഓയ് ഹോയ് മനസ്സിന് കുളിരണ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ അയ്യാ എല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. അഴകാർന്നൊരു ചന്ദ്രനോ മഴവില്ലിടും ഇന്ദിരനോ ആരുമേ അറിയാരോ. കുളിരേകണൊരമ്പിളിയോ കുളിരാറ്റണ കമ്പിളിയോ മങ്കയാരിവളാരോ. അന്നാരം പുന്നാരം മൊഴിമുട്ടണ കിന്നാരം ഓയ് ഹോയ് അടിമുടി തളരണ കണ്ടില്ലേ
കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. രക്ഷയില്ല, നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വിഷമം എന്താ പറയുക, നമ്മൾ ഡ്യൂറ്റ് പാടുമ്പോൾ ഒരു ഗിവ് ആൻഡ് ഫേസ് ടു ഫേസ് ഇടയ്ക്കൊന്ന് നോക്കി ചിരിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ ഒരു പാട്ട് നമ്മൾ പാട്ട് പാടുകയാണ്, അപ്പം ആ ഒരു നമ്മൾ നേരെ നോക്കിയെന്നല്ല, ഒരു ഡ്യൂറ്റ് പാടുമ്പോൾ ഒരു ഇടയ്ക്കൊരു നോട്ടം ഒക്കെ അങ്ങനെ ആവരുത്. എനിക്ക് എന്തായാലും എറിക്ക് എന്നോടൊരു പാട്ട് ചോദിച്ചിരുന്നു, ഒരു 4 വരി ഞാൻ പാടിക്കൊടുക്കാം. എനിക്ക് അതിൻ്റെ ട്രാക്കൊന്ന് ഇട്ട് തന്നാൽ സഹായമായിരുന്നു പെട്ടെന്ന്. ഹലോ, പാട്ടിൽ ഈ പാട്ടിൽ താങ്ക് യു സോ മച്ച്. അപ്പം പെട്ടെന്ന് പാടിയതുകൊണ്ടാണ് കേട്ടോ, സംസാരിച്ച് കുറേ ഇങ്ങനെ വോയിസ് ഒക്കെ കുറച്ച് ഡിസ്റ്റർബൻസ് ആയി. എന്തായാലും ധൈര്യം വേണം അല്ലേ? അയ്യോ, നിങ്ങൾ നിൽക്കുന്ന ധൈര്യമായിരിക്കും എനിക്ക് കിട്ടിയത് കേട്ടോ. ഏതായാലും കുറേ നല്ല പാട്ടുകളൊക്കെ പാടി. പ്രിയ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ? ഇനിയിപ്പോൾ അടുത്തൊരു പ്രാവശ്യം വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് വരത്തില്ലല്ലോ? എന്നെ വിളിച്ചിട്ട് അങ്ങനെയല്ല, എന്നോട് ആവശ്യമില്ലാത്തൊന്നും ചോദിക്കല്ലേ, ചോദിക്കാൻ വേണ്ടി വിളിക്കില്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നല്ല എപ്പിസോഡ് ഇല്ല, നമ്മളിങ്ങനെ ഒരു കാഷ്വൽ ടോക്കായിട്ട് പോകും. തന്നെ ഏൽപ്പിച്ചതാണ് അടുത്തോട് പറയണ ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങളും ചോദിച്ച് പഠിപ്പിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു നേരിട്ട് ചോദിച്ചോളൂ. അവസാനിച്ചല്ലോ, പര്യവസാനിച്ചല്ലോ. വിനാൽ, താങ്ക് യു സോ മച്ച് പ്രിയ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കേട്ടോ. അപ്പം ഫാമിലിയോട് എല്ലാവരോടും അന്വേഷണം പറയാം, മോളോടും അന്വേഷണം പറയാം. വിനലിന്റെ ഫാമിലി മോളാണ്, എല്ലാവരോടും അന്വേഷണം പറയാം. അബുദാബിക്കാരോട് എല്ലാവരോടും പറഞ്ഞു, ഞങ്ങളുടെ സ്നേഹം അന്വേഷണമൊക്കെ പറഞ്ഞോളൂ. നമുക്ക് ഫൈനൽ സോങ്ങിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഇൻ. ഒരു കോള് വരുന്നു അടുത്ത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. നമസ്കാരം, എന്റെ പേര് ബോബി, അബുദാബി എന്നാണ് വിളിക്കുന്നത്. ബോബി, ഇന്നെല്ലാം അബുദാബിക്കാരാണ്. അറിയാമോ? സംസാരിച്ചോളൂ ബോബി. അയ്യോ, കട്ടായോ? അയ്യോ, വിനിലിന്റെ ഒരു അടുത്ത സുഹൃത്താണ്. ചോദിച്ചു, ഞാനിപ്പോ ചോദിച്ചു അറിയാമെന്ന് ചോദിച്ചു, അപ്പൊ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ പരിപാടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരി, ഓക്കെ. രണ്ടുപേരെയും അറിയാം, പ്രിയയും അറിയാം. എനിക്കറിയാലോ. പിന്നെ എന്തോ ഞാൻ ഈ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസ് സീസണിലുള്ള ഏതെങ്കിലും വിനിലിനും പ്രിയയ്ക്കും അറിയാവുന്ന ഒരു പാട്ട് പാടുവാണെങ്കിൽ നല്ലതായിരുന്നു. പാടാം, പക്ഷെ കരോക്കെ ഇല്ലാതെ പാടിയാൽ മതിയോ? പാടിത്തരൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ഫൈനൽ സോങ്ങിലേക്ക് കൂടെ പോവുകയാണ്. അപ്പൊ വിളിച്ചതിന് നന്ദി. ഇനി ഇവര് പോയെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിക്കാതിരിക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. അപ്പോൾ നാളെ കാണാം വീണ്ടും 6-7 മറ്റു അതിഥിയുമായിട്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം മനുജ. നമ്മൾ ഫൈനൽ സോങ്ങിലേക്ക് പോകും. ഒരു 4 വരി ആ ക്രിസ്മസ് സോങ് പാടിക്കൊടുക്കും.
യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവഗാനം കേട്ടു ആമോദരായി. നല്ല വോയിസ് ഇട്ടാ പിന്നല്ലേ, ഒരു രക്ഷയില്ലാത്ത അടിപൊളി. ഫൈനൽ സോങ് ഏതാണ്? ഓക്കെ, ചിലപ്പോൾ നമ്മൾ പല്ലവി അനുപല്ലവി വെച്ച് കട്ട് ചെയ്യും, ടൈം അനുസരിച്ചിട്ട്. പാടി തുടങ്ങിക്കോ. सपनों में सजना, सजना पे दिल आ गया, क्यों सजना पे दिल आ गया। नैनों में सपना, सपनों में सजना, सजना पे दिल आ गया, क्यों सजना पे दिल आ गया। कयल बल देके जवानी के रेले देके हसीनों के मेले देके दिल पे ओ हो तू ही छा गया, तू ही छा गया। और दिनों में सपना, सपनों में सजनी, सजनी पे दिल आ गया, कि सजने पे दिल आ गया। कोई भी तुझसा मैंने देखी हर गली, मैंने छोड़ा जमाना सारा, मैं तेरे संग चली। तन तेरा खिला खिला चमन, तू जवानी की कली, तेरी खुशबू ही मेरी सांसों में पल पल है पली। बाहों का सरारा मिला, तेरा जो इशारा मिला, तुझे जग सारा मिला। मैं हो ओ हो तुझे पा गया, तुझे पा गया। नैनों में सपना, सपनों में सजना, सजना पे दिल आ गया, क्यों सजना पे दिल आ गया। सुंदरा अनाड़ी सुंदरा, कहे क्या मेरी चूड़ियाँ, नागिन बन बन के डसती है मुझको अब ये दूरियाँ। दूरियां मजबूरियां है बस किसकी साल की, लेके आऊंगा तेरे घर में तो एक दिन पाल की। नीला गगन होगा, सच्चा बंधन होगा, अपना मिलन होगा मन को। ओ हो तू ही भाग गया, तू ही भाग गया। नैनों में सपना, सपनों में सजना, सजना पे दिल आ गया, क्यों सजना पे दिल आ गया। और दिनों में सपना, सपनों में सजनी, सजनी पे दिल आ गया, कि सजनी पे दिल आ गया।